ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ബാച്ച് നമ്പർ അഥവാ ലോട്ട് നമ്പർ എന്നുള്ളത്. ഒരു സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഉൽപ്പന്നങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ബാച്ച് നമ്പർ അഥവാ ലോട്ട് നമ്പർ. ബാച്ച് നമ്പർ ആയിട്ട് നമുക്ക് അക്കങ്ങളോ അക്ഷരങ്ങളോ കൊടുക്കാവുന്നതാണ്. ബാച്ച് നമ്പറിനുള്ള ഏതാനും ഉദാഹരണങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്നേ ദിവസം ഇപ്പം 06/09/2024 ഇത് നമുക്കൊരു ബാച്ച് നമ്പർ ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ നെയിം നന്മ എന്നാണെങ്കിൽ നന്മ 1 എന്നുള്ള ബാച്ച് നമ്പറിൽ നമുക്ക് ഇന്നേ ദിവസത്തെ ഫുൾ ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ ബാച്ച് നമ്പർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് അക്കങ്ങളോ അക്ഷരങ്ങളോ നമുക്ക് ബാച്ച് നമ്പർ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് അച്ചാറുകളെ കുറിച്ച് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു അച്ചാർ ബിസിനസ് ഉണ്ടെങ്കിൽ അച്ചാർ ബിസിനസിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നേ ദിവസം നമ്മൾ ഒരു 1000 ബോട്ടിൽ അച്ചാർ ഉൽപ്പാദിപ്പിച്ച് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ 1000 ബോട്ടിൽ അച്ചാറുകൾക്കും ഒരു ബാച്ച് നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതും കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 1000 ബോട്ടിൽ അച്ചാറുകളും നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ബോട്ടിൽ അച്ചാറിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അച്ചാറ് അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആ ദിവസം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഈ 1000 ബോട്ടിൽ അച്ചാറുകൾ നമുക്ക് വിപണിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബാച്ച് നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ ദിവസം കൊടുത്തിരിക്കുന്ന ബാച്ച് നമ്പർ നാളത്തേക്ക് ആവർത്തിക്കാതിരിക്കുക.